പറയുമ്പോഴേക്കും ഈ ലൈറ്റ് എന്നുള്ളത് ആക്ച്വലി എന്താണ് ലൈറ്റ്? വാട്ട് ഈസ് ലൈറ്റ്? കേട്ടില്ല. ഏത് കളറെന്ന് പറയുന്നത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്ന് പറയുന്നതിലേക്കും നമ്മൾ ഏത് കളറെന്നൊക്കെ ഉദ്ദേശിക്കുന്നത് മറ്റേ എല്ലാം കൂടി ചേരുമ്പോൾ വൈറ്റ് കളറാവും. ഓക്കെ, സംഭവിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ലൈറ്റ് എന്ന് പറയുമ്പോഴേക്കും അതൊരു വേവാണ്. സത്യം പറഞ്ഞാൽ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുവേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈറ്റ് ആക്ച്വലി ആദ്യകാലങ്ങളിൽ ഈ ലൈറ്റിനെ ഒരു പാർട്ടിക്കിളായിട്ടാണ്, അതായത് നമ്മളൊരു പാർട്ടിക്കിളാണ് അല്ലേ, നമ്മൾ മാറ്ററാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മാറ്റർ? കുറച്ച് നാൾ പഠിക്കുന്നതാണ്. എനിത്തിങ് ദാറ്റ് ഓക്യുപൈ സ്പേസ്, അതിനെയാണ് നമ്മൾ മാറ്റർ, മാസും വോളിയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഒരു മാറ്റർ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു മാറ്ററാണ്. അതേപോലെ തന്നെ ഈ ലൈറ്റ് എന്ന സാധനവും, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ആക്ച്വലി ഇങ്ങനെ ഫോട്ടോൺസിൻ്റെ രൂപത്തിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഫോട്ടോണിന് എനർജി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ലൈറ്റ് ഒരു പാർട്ടിക്കിളാണ് എന്ന് നേരത്തെ തൊട്ടേ അറിയാവുന്നതാണ് ആൾക്കാർക്ക്. അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഒരു കോർപ്പസ്കുലാർ തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അപ്പോൾ ആ ന്യൂട്ടൺ അന്നേ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് പാർട്ടിക്കിളാണെന്ന് ഓൾറെഡി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഈ ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല, പാർട്ടിക്കിൾ നേച്ചർ പോലെ തന്നെ ഒരു വേവ് നേച്ചറും ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ വേവ് നേച്ചർ എന്ന് വെച്ചാൽ വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ ഇതിനു വേണ്ടിയാണ് മൊത്തത്തിലുള്ളത്. ഈ ഇൻഡിഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, അങ്ങനെ കുറേ സംഭവമുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. നല്ല രസമാണ് സാധനം പഠിക്കാം. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ലൈറ്റ് ഒരു പാർട്ടിക്കിളാണ്, ലൈറ്റ് ഒരു വേവുമാണ്. ഓക്കെ, ഇതിൽ നമ്മൾ മെയിനായിട്ടും പറയുന്നത് ഈ ലൈറ്റിനെ പോലുള്ള ആൾക്കാർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയും. നമ്മളൊരു കമ്പയർ ചെയ്യും. അവിടെയാണ് നമ്മളൊരു ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് വിസിബിൾ ലൈറ്റ്, വിബ്ജിയോർ, പിന്നെ ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, പിന്നെന്താണ് റേഡിയോ വേവ് മൈക്രോവേവ് ആണ്, തിരിഞ്ഞു അറിയത്തില്ല. പിന്നെ അൾട്രാ വയലറ്റ്, പിന്നെന്താണ് എക്സ്റേ, അതേപോലെ ഗാമാറ്. ഓക്കെ, ഈ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ആക്ച്വലി ചുമ്മാ അറ്റോമിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അതായത് ഈ അറേഞ്ച്മെൻറ്റിനെ, അതായത് ഗാമാറേ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിബ്ജിയോർ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. അപ്പോൾ ഈ ഒരു ലൈനെയാണ് നമ്മൾ പറയും ഇതാണ് അറ്റോമിക് സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കാറുണ്ട്. ഇത് എന്തിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ? എന്തിൻ്റെ ഓർഡറിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം? ഇത് ആക്ച്വലി ഒരു വേവാണ്. ഇതൊരു വേവാണ്. ഈ വേവ് എന്ന് പറഞ്ഞാൽ ആ വേവിന് ഒരു വേവ് ലെങ്ത് ഉണ്ടാകും അല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് പഠിച്ച ഓർമ്മയുണ്ടോ? ഇങ്ങനെ പഠിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രസ്റ്റും റഫും തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യും എന്നുള്ളതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വേവ് എടുത്താൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ് എന്തൊക്കെ? ലാംഡ എന്ന വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും. ഇതൊക്കെ എന്താണ്? ഫ്രീക്വൻസി എന്ന ന്യൂ എന്ന ഫ്രീക്വൻസി ഒക്കെ ഇവന്മാരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവന്മാരും വേവാണ്. അപ്പോൾ വേവ് ആകുമ്പോൾ ഇവന്മാർക്ക് എന്തൊക്കെ ഉണ്ടാവും? ഇവന്മാർക്കും ഉണ്ടാവും ഈ പറയുന്ന ലാംഡയും ന്യൂ എല്ലാം ഇവർക്കും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഗാമാ റേ, എക്സ് റേ, അൾട്രാ വയലറ്റ്, വിബ്ജിയോർ. ഇത് നോക്കിയാൽ വയലറ്റിന് മുന്നേ അൾട്രാ വയലറ്റിനേക്കാൾ കൂടിയത് അൾട്രാ വയലറ്റ്. ഇപ്പോൾ സാംസങ് S24 അൾട്രാ എന്ന് പറയുമ്പോഴേക്കും എന്താണ്? S24 കൂടിയത്. അപ്പോൾ S24 അൾട്രാ എന്ന് പറയുമ്പോഴേക്കും അതുപോലെ അൾട്രാ വയലറ്റിനേക്കാൾ കൂടിയതല്ല, വയലറ്റിനേക്കാൾ കൂടുതലാണ് അൾട്രാ വയലറ്റ്. ഓക്കെ, ഇതേപോലെ റെഡ് കഴിയുമ്പോൾ ഇൻഫ്രാ റെഡ് വന്നു. ഇൻഫ്രാ എന്ന് പറഞ്ഞാൽ ഇത്രയോടെ താഴ്ന്നത്, മനസ്സിലായി? ഇൻഫ്രാ റെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഗാമാറയിൽ നിന്ന് റേഡിയോ വേവിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ മാറും? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഇവന്മാർക്ക് എല്ലാവർക്കും വേവ് ലെങ്ത് ഉണ്ട്, എല്ലാവർക്കും ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഇവന്മാർക്ക് എല്ലാവർക്കും എനർജി ഉണ്ടാവും. ഓക്കെ, ഫ്രീക്വൻസി എനർജിയും തമ്മിലുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? ഈസ് H ന്യൂ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ വേവാണോ, വേവിന് വേവ് ലെങ്ത് ഉണ്ട്. വേവാണോ, അവന് ഫ്രീക്വൻസി ഉണ്ട്. ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അവൻ എന്തുണ്ട്? അവനൊരു എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് എനർജി ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, വേവ്. ഞാൻ ചോദിക്കുവാണ്, ഇതിന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ? പറ. എന്ത് ബേസിസിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇങ്ങോട്ട് പോകുന്നതോടെ എന്തെങ്കിലും മാറുമോ? അതോ ഇവർക്ക് എല്ലാവർക്കും ഒരേ വേവ് ലെങ്ത് ആണോ, ഒരേ ഫ്രീക്വൻസി ആണോ, ഒരേ എനർജി ആണോ? ഒരിക്കലും ഒരേ ഫ്രീക്വൻസി ഒരേ എനർജി അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരേ എനർജി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീക്വൻസിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതോടെ ഫ്രീക്വൻസി കൂടുവാണോ കുറയുവാണോ, അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടോ? എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇവിടെ നിന്ന്, അതായത് ഗാമാറയിൽ നിന്ന് റേഡിയോ വേവിലേക്ക് പോകുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയും. അതേസമയം വേവ് ലെങ്ത് ആണെങ്കിൽ കൂടുകയും ചെയ്യും. മനസ്സിലായോ? അതായത് എക്സ്റേ, ഗാമാറേ, ഇതാണ് ഗാമാറയിൽ നിന്ന് റേഡിയോയിലേക്ക് പോകുന്തോറും ഫ്രീക്വൻസി കുറയും,
ആര് കൂടും? വേവ് ലെങ്ത് കൂടും. അത് മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ മതി. അതായത് വയലറ്റിൽ നിന്ന് റെഡിലേക്ക് നോക്കുക. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ നമ്മൾ വരച്ചിരിക്കുന്നത്, വയലറ്റ് ടു റെഡ്. അപ്പോൾ ഇവിടെ റെഡ് കളർ നോക്കുക. റെഡ് കളർ ഏറ്റവും ബേസ് ആക്കി വെക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ റെഡ് കളറിനെ നമ്മളുടെ ട്രാഫിക് സിഗ്നലുകളിൽ യൂസ് ചെയ്യുന്നത്? ഈ ട്രാഫിക് സിഗ്നലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്കിപ്പം നമ്മൾ ഇപ്പോൾ റെഡ് വെക്കും, ഗ്രീൻ വെക്കും, അല്ലെങ്കിൽ അങ്ങനെ പല കളർ വെക്കും. റെഡ്, ഗ്രീൻ, യെല്ലോ, അങ്ങനെ പല കളർ വെക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ഡേഞ്ചറസ് ആണെന്ന് പറയുന്നൊരു സ്ഥലത്തായിരിക്കും നമ്മൾ ആരെ വെക്കുന്നത്? ഈ റെഡിനെ വയ്ക്കുന്നു, അല്ലെ, നിർത്താൻ വേണ്ടിയാണ് റെഡിനെ വയ്ക്കുന്നത്. അപ്പം റെഡിനെ വയ്ക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ റെഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കളേഴ്സിനെ വെച്ച് നോക്കുമ്പോഴേക്കും റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇവന്മാരിൽ ഈ റെഡ് കളർ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യും. അത് ഒരേ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ റെഡ് കളറായിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്നത്. ഇവന്മാർക്ക് സ്കാറ്ററിങ് കുറവായിരിക്കും എന്ന് പറയും. സ്കാറ്ററിങ് എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ഈ എൻവയോൺമെൻറ്റിൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പൊടിപടലങ്ങളുണ്ടല്ലോ, നമുക്കിപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് പൊടിപടലമൊന്നും കാണാൻ പറ്റുമോ? ഇല്ല. ആ സമയം ഇവിടെ നല്ല ടോർച്ച് അടിക്കുന്നു, അല്ലെങ്കിൽ ഈ സൂര്യപ്രകാശം നല്ല തിന്നായിട്ടുള്ളൊരു ദ്വാരത്തിൽ കൂടെ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ അവിടെ കാണാം ടിൻഡിൽ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പൊടി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആക്ച്വലി പൊടി ഉണ്ടോ എന്ന് വെച്ചാൽ പൊടിയുണ്ട്, മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള പൊടിപടലങ്ങളിൽ ഈ നമ്മുടെ ഈ കളേഴ്സ് തട്ടും. അങ്ങനെ തട്ടി അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാതെ അവർ സ്കാറ്റർ ചെയ്ത് പോകും. വല്ലയിടത്ത് നേരെ പോകേണ്ട സ്ഥലത്ത് നിന്ന് തട്ടി കഴിയുമ്പോഴേക്കും വല്ലയിടത്തോട്ടും പോകും. അപ്പോൾ അങ്ങനെ ഈ കളേഴ്സ് എല്ലാം പെട്ടെന്ന് സ്കാറ്റർ ആയി പോകും. പക്ഷേ റെഡ് കളർ അങ്ങനെ സ്കാറ്റർ ആവത്തില്ല പെട്ടെന്ന്, കാരണം ഇവന് വേവ് ലെങ്ത് എന്താണ്, വേവ് ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരെ എന്തിന് യൂസ് ചെയ്യുന്നത്, നമ്മൾ ട്രാഫിക് സിഗ്നൽസിലൊക്കെ യൂസ് ചെയ്യുന്നത്, റെഡ് കളർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ റെഡിനാണ് എന്ത് കൂടുതൽ, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, ആരെക്കാളും വയലറ്റിനെക്കാളും കൂടുതലാണ്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ വയലറ്റിൽ നിന്ന് റെഡിലേക്ക് വന്നപ്പോൾ തന്നെ വേവ് ലെങ്ത് കൂടി, അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ആ പാറ്റേൺ ഫുൾ കീപ്പ് ചെയ്യണം. അല്ലാതെ ഇവന്മാർ വെറുതെ നമ്മൾ അവിയൽ വെക്കുന്ന പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമല്ലേ, ഇവരെല്ലാവരും കറക്റ്റ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ ആർക്കാണ്? ഗാമ റേസിനാണ് ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ. ഓക്കെ, ഏറ്റവും ഫ്രീക്വൻസി കുറവ് ആർക്കാണ്? റേഡിയോ വേവിനാണ് ഫ്രീക്വൻസി കുറവ്. അതേപോലെ നേരെ തിരിച്ചു വരും ലാംഡ, അല്ലേ? ന്യൂ കൂടുതലാണെങ്കിൽ, ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ലാംഡ കുറയും, അല്ലേ? ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ലാംഡ പിടിച്ചിരുന്നോണേ, ലാംഡ കുറയും. ഇനി ന്യൂ കുറവാണെങ്കിൽ എന്താ, ലാംഡ കൂടും, നേരെ തിരിച്ചും വരും, മനസ്സിലായോ? ഇനി ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അവന് എനർജി എങ്ങനെയായിരിക്കും? E is equal to h nu ആണ്. അതായത് എനർജിയും ഫ്രീക്വൻസിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, അല്ലേ? അപ്പോൾ എനർജി കൂടി, എൻ്റെ പൊന്നു ഞാൻ ചിരിപ്പിക്കാതെ അപ്പോൾ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അവന് എനർജി കൂടുതലായിരിക്കും, അല്ലേ? ഫ്രീക്വൻസി കുറവാണെങ്കിൽ എനർജി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആർക്കാണ് ഇവിടെ ഗാമയ്ക്കാണ് ഫ്രീക്വൻസി കൂടുതൽ, അതുകൊണ്ട് തന്നെ എനർജി കൂടുതൽ ആർക്ക് തന്നെ ആയിരിക്കും, ഗാമ റേസിനായിരിക്കും എനർജി കൂടുതൽ. ഇനി എനർജിയും ലാംഡയും കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? ഈസ് ഈക്വൽ ടു hc/λ എന്ന് പറഞ്ഞെടുക്കും. ലാംഡയും എനർജിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, മനസ്സിലായോ? അതായത് ലാംഡ കുറഞ്ഞാൽ എനർജി കൂടും, മനസ്സിലായി? ഇവിടെ ലാംഡ കുറവ്, എനർജി കൂടുതൽ. ലാംഡ കൂടിയാൽ എനർജി കുറയും, മനസ്സിലായി? അപ്പോൾ ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ എനർജി? ഇവിടെ ഗാമ റേക്കാണ് എനർജി കൂടുതൽ, അല്ലേ? റേഡിയോ വേവിന് എനർജി കുറവാണ്. നമ്മൾ ഈ മൈക്രോവേവും റേഡിയോ വേവും ഒന്നും ആലോചിക്കുക വളരെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് ഇവന്മാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ വിബ്ജിയോർ എന്ന എന്താണ് നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിലുള്ള ഇവരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതിനെ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മുടെ കണ്ണിന് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഈ അൾട്രാ വയലറ്റ് ആണെങ്കിലും എക്സ്റേ ആണെങ്കിലും ഗാമ റേ ആണെങ്കിലും ഇൻഫ്രാറെഡ് ആണെങ്കിലും മൈക്രോവേവ് ആണ് റേഡിയോ ആണ്, ഇതിലെല്ലാവരും തന്നെ നമ്മളുടെ ചുറ്റിനും ഉണ്ട്. അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് വരാറുണ്ട്, അല്ലേ? അതിനെ തടഞ്ഞു നിർത്തുന്ന ആരാണ്? ഭൂമിയിലേക്ക് വരാതെ ഭൂരിഭാഗം അൾട്രാ വയലറ്റിനെ തടഞ്ഞു നിർത്തുന്ന ആരാണ്? ഓസോൺ ലെയറാണ് ഈ അൾട്രാ വയലറ്റിനെ തടഞ്ഞു നിർത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അൾട്രാ വയലറ്റ് എന്ന സാധനം, ഇപ്പോൾ ഓസോൺ ലെയർ ഇല്ലെന്ന് വിചാരിക്കുക, ഓസോൺ ലെയർ ഇല്ലെങ്കിൽ ഈ അൾട്രാ വയലറ്റ് നേരെ നമ്മളുടെ ശരീരത്തിൽ വന്നിരിക്കും. അത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മളുടെ സ്കിന്നിൽ വന്ന് തട്ടുകയും നമുക്ക് സ്കിൻ ക്യാൻസേഴ്സ് ഒക്കെ കൂടാൻ ഭയങ്കര ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പം തന്നെ നമ്മൾക്ക് ചൂട് കൂടുന്നതുകൊണ്ട് എന്ത് പറയുന്നുണ്ട്, ഈ സൂര്യാഘാതം ഏൽക്കുന്നതെന്ന് പറയും, അല്ലേ? ആ ഒരു സംഭവം നിങ്ങൾക്ക് ചുമ്മാ കുറേ നേരം വെയിലത്തിറങ്ങി നടന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ മൊത്തം ഇങ്ങനെ പൊട്ടിപ്പൊട്ടിപ്പൊട്ടിയിട്ടുണ്ടാകും. അതായത് എവിടെയെങ്കിലും ഒരഞ്ഞതുപോലെയൊക്കെ ചിലർക്ക് വരും. അത് ആക്ച്വലി നമ്മളവർക്ക് എവിടെയെങ്കിലും ഒരഞ്ഞതാണെന്ന് വിചാരിക്കും, പക്ഷേ അത് ഒരഞ്ഞതല്ല, നമ്മൾ ഈ സൺബേൺ ആണത്, മനസ്സിലായത്? സൺബേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്ക് ഇങ്ങനെ പൊള്ളുന്ന പോലെ വരുന്നതായിരിക്കും, അതുകൊണ്ട്. അതല്ലാതെ ഇങ്ങനെ മുറിഞ്ഞതുപോലെ വരുന്നതും എന്താണ്, സൂര്യാഘാതമാണ്. അപ്പോൾ അതിനും കാരണം എന്താണ്, ഈ പറയുന്ന പോലത്തെ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ആണ്. കാരണം ഇവർക്ക് എനർജി കൂടുതലാണ്, നമ്മൾ സാധാരണ കാണുന്ന ഇവരെക്കാളെ എനർജി കൂടുതലാണ്. അപ്പോൾ ഇവന്മാർ ഹാംഫുൾ ആണ്, മനസ്സിലായോ? അൾട്രാ വയലറ്റ് റേഡിയേഷൻ. എക്സ്റേസിന് നോക്കുമ്പോഴേക്കും ഈ എക്സ്റേ എന്ന സാധനം നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്, നമ്മളെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസിലല്ലേ? ഹോസ്പിറ്റൽസ് നമ്മുടെ ഇപ്പോൾ ബോണിൻ്റെ ഫ്രാക്ചറോ അങ്ങനെയുള്ള സാധനങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ എക്സ്റേസ് യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് ആ മെഷീനെ നമ്മൾ എക്സ്റേ മെഷീൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ സാധനത്തിന് നമ്മൾ എക്സ്റേ എന്ന് വിളിക്കാൻ കാര്യം എന്താണ്?
അതിൽ നിന്ന് ആക്ച്വലി എക്സ്റേ എന്ന വേവുകളാണ് അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതായത് നിങ്ങളിപ്പോൾ എക്സ്റേ എടുക്കാൻ ചെന്ന് നിൽക്കുമ്പോഴേക്കും നിങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് വിചാരിക്കുക. ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇവിടെ ഒരു സംഭവം ഉണ്ടാവും, ഇവിടെ ഒരു മെഷീൻ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഒരു സാധനത്തിൻ്റെ പുറകിലായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ആയിരിക്കും നമ്മൾ മറ്റേ ആ എക്സ്റേയുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ മറ്റേ എന്താണ് എക്സ്റേയുടെ ആ ഒരു ഇതുണ്ടല്ലോ ഷീറ്റ്, എക്സ്റേ ഷീറ്റ്, അത് പുറകിൽ വെക്കും. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ഇപ്പോൾ ഡിജിറ്റലാണ്. എക്സ്റേ ഷീറ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഈ മെഷീൻ എക്സ്റേസ് ഉണ്ടാകും. എന്നിട്ട് ഈ എക്സ്റേസ് എക്സ്റേസ് ഇങ്ങനെ വന്നിട്ടിരിക്കും. എക്സ്റേസ് വന്നിട്ട് നിങ്ങൾ ഇടിച്ചിട്ട് പക്ഷേ നമ്മൾ അറിയുന്നുണ്ടോ എക്സ്റേ ഇടിക്കുന്നത്? ഇല്ല. ഈ എക്സ്റേ നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ കടന്നു പോകും. നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ട് ഇവിടെ ചെന്നിടിക്കും. പക്ഷേ നമ്മളെ ബോണിനെ പെനിട്രേറ്റ് ചെയ്യാൻ എക്സ്റേക്ക് പറ്റത്തില്ല. മസിൽസിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും, ബോൺസിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവിടെ ഇടിക്കുമ്പോഴേക്കും അത് അങ്ങനെയാണ് ആ ബോണിൻ്റെ ഒരു രൂപം ഇവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അത് മസിൽസിനെ പെനിട്രേറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഈ എക്സ്റേസ് കയറി നമ്മുടെ ശരീരത്തിലൂടെ കയറി അപ്പുറത്ത് പോവുകയാണോ എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പോലും അറിയാതെ ഒരു സാധനം കയറി നമ്മുടെ ശരീരത്തിലൂടെ കയറി അപ്പുറത്ത് ചെന്നു. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇവന് ചില്ലറ എനർജിയൊന്നും പോരാ, നല്ല എനർജി വേണം. അപ്പോൾ എന്തുകൊണ്ട് ആ മെഷീൻ എക്സ്റേ എന്ന് വിളിക്കുന്നത് പറയുമ്പോഴേക്കും അവിടെ എക്സ്റേസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് ആ വേവ് പ്രൊഡ്യൂസ് ചെയ്ത് ആ വേവ് നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോയിട്ടാണ് അവിടെ എക്സ്റേ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സ്റേസ് കൂടുതൽ എടുക്കരുതെന്ന് പറയും. നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ എക്സ്റേസ് എടുക്കരുത് എന്ന് തന്നെ പറയും. കാരണം എന്താണ്? അതിൽ ഇപ്പം നമ്മൾക്കറിയാം, നമ്മളിപ്പം ഉണ്ടാവും, നിങ്ങളിപ്പം സെക്കൻഡ് ഇയർ പഠിക്കും, നമ്മളിപ്പം കുട്ടികളുണ്ടാകുന്ന പറയുമ്പോഴേക്കും ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഒരൊറ്റ സെല്ലാണ് ആദ്യം ഉണ്ടാകുന്നത്. പിന്നെ അത് ഇപ്പം 4 സെല്ലാവും, 8 സെല്ലാവും, 16 സെല്ലാവും, അങ്ങനെ ഒരുപാട് സെൽസ് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു ടോട്ടൽ ഹ്യൂമൻ ബീനായി മാറുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 8 സെല്ലിലിരിക്കുന്ന ഒരു സൈഗോട്ടാണെന്ന് വിചാരിക്കും, ഒരു 8 സെല്ല്, അവൻ 8 സെല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ ഈ എക്സ്റേസ് എന്ന് വിചാരിക്കുക. എക്സ്റേസ് ഇങ്ങനെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്നിട്ട് ഈ എക്സ്റേസ് ഇടിച്ചു കഴിഞ്ഞാൽ ഈ എനർജി എന്തിലേക്ക് ചെല്ലും? ഈ സെല്ലിലേക്ക് ചെല്ലും. മനസ്സിലായോ? അതുകൊണ്ട് ഈ സെല്ലിന് DNA മാറ്റം വരുത്താൻ പറ്റും. DNA ഒരു മാറ്റം വരും. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു മ്യൂട്ടേഷൻ എന്ന് പറയും, മ്യൂട്ടേഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സെല്ലിൽ മാറ്റം വരികയും, അതായത് നോർമലായിട്ടിരിക്കുന്ന സെല്ലുകളായിരിക്കും, അതായത് ഇവരടുത്ത് ഡിവൈഡ് ചെയ്യും, അങ്ങനെ ഡിവൈഡ് ചെയ്ത് പിന്നെ ടിഷ്യൂസ് ആവും, സെല്ല് നേരെ ടിഷ്യൂ ആവും, പിന്നെ ടിഷ്യൂ ഓർഗൻസ് ആവും, അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ സെല്ലിൽ തന്നെ എന്തെങ്കിലും മാറ്റം വന്നു എന്ന് വിചാരിക്കുക. ചെറിയ സെല്ലിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആ മാറ്റം ടിഷ്യൂവിൽ വരും. ടിഷ്യൂവിൽ മാറ്റം വന്നാൽ എന്തെങ്കിലും വരും, ഓർഗൻസിലും വരും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അംഗവൈകല്യങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഓരോ ഡിഫക്റ്റീവ്നെസ് ഉണ്ടാവുന്നത് ഇങ്ങനെ മ്യൂട്ടേഷൻസ് വഴിയാണ്. മനസ്സിലായി? അപ്പം അങ്ങനെ മ്യൂട്ടേഷൻസ് വരാൻ കാരണക്കാരനാവാം ആർക്ക്? ഈ എക്സ്റേ വന്നിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഒരു എനർജിയാണ് ഇവർക്ക് കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പം നേരെ ചിലപ്പോൾ നടുക്കിരിക്കേണ്ട ന്യൂക്ലിയസും തട്ടി ചിലപ്പോൾ സൈഡിൽ പോയിരിക്കുന്നു വിചാരിക്കും. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. അങ്ങനെ പോയിരുന്നു കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ അടുത്തുണ്ടാവുന്ന സെല്ലിന് എന്തുണ്ടാവത്തില്ല, ചിലപ്പോൾ ന്യൂക്ലിയസ് ഉണ്ടാവത്തില്ല, ഉണ്ടായ ഒരെണ്ണത്തിന് 2 ന്യൂക്ലിയസ് ആയിരിക്കും. മനസ്സിലായി? അപ്പം ബൈന്യൂക്ലിയേറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അമ്മേക്ക ഹലോ, തുറന്നിട്ടില്ലേ? ആ ചേച്ചി പോരെ, ഞാൻ ഇപ്പോൾ വിളിക്കാം. ശരി. അപ്പോൾ അങ്ങനെ മ്യൂട്ടേഷൻസ് വരാൻ ആർക്ക് കാരണമുണ്ടാകും? എക്സ്റേസ് കൊണ്ട് സാധിക്കും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിനൊക്കെ എക്സ്റേ എടുക്കരുതെന്ന് പറയുന്നത്. അതൊരു ഫാക്ടറാണ്. പിന്നെ അതിലും ഹാംഫുള്ളാണ് ഈ ഗാമ റൈസ് എന്ന് പറഞ്ഞാൽ. ഈ അൾട്രാ വയലറ്റ് യൂസ് ചെയ്യുന്ന വേറെ സ്ഥലങ്ങളുണ്ട്. അൾട്രാ വയലറ്റ് ഇപ്പോൾ നിങ്ങൾ ഡെൻറ്റിസ്റ്റുകളുടെ അടുത്ത് പോകുന്നതും അല്ലെങ്കിൽ ഓർത്തോപെഡീഷ്യൻസൊക്കെ പോകത്തില്ല. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് ഈ സൂചി നൂലും കുറേ സാധനമൊക്കെ വെച്ചിട്ട് കുറേ പയറ്റുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൽ ആ ചേച്ചി അവിടെ വന്നില്ല, വന്നില്ല, അടച്ചിട്ടേക്കുവാണ്, ഒന്ന് വിളിച്ചു നോക്കുക. ശരി. അപ്പോൾ ഈ അൾട്രാ വയലറ്റാണ് നമ്മൾ ഈ പണ്ടൊക്കെയാണ് നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോഴേക്കും വെള്ളം ചൂടാക്കി ചെയ്യുന്നതൊക്കെ പണ്ടാണ്. ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ അൾട്രാ വയലറ്റ് റേസ് ഉപയോഗിച്ചിട്ടാണ്. വന്നോ? വരും ഒരു 9:15 വരും 9:15 ആവും മിക്കവാറും. ശരി 9:15. ഓക്കെ. ഓക്കെ. എന്താ പറഞ്ഞത്? ഈ അൾട്രാ വയലറ്റ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒന്നാലോചിക്കുക, ഈ ഡെൻറ്റിസ്റ്റുകാരൊക്കെ ഓരോ സാധനമായിട്ട് ഒരാളുടെ പല്ല് വായിട്ട് ഇങ്ങനെ കുത്തിച്ച് അപ്പുറത്തും അയാളുടെ വഴി അത് തന്നെ കുത്തുന്ന കാര്യം നോക്കിയേ അല്ലേ? അപ്പോൾ ആ സാധനം നമ്മൾ എത്ര ചൂടുവെള്ളത്തിൽ കഴുകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഉണ്ടാവില്ല, എത്ര ബോയിൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അണുക്കൾ ചത്ത് പോയില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടും സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനം അൾട്രാ വയലറ്റാണ്. നിങ്ങൾ കാണും ചിലപ്പോൾ ഒരു നീല വെളിച്ചം, ഒരു ബ്ലൂ ലൈറ്റുള്ളൊരു സംഭവം ചില റൂമിലേക്ക് സ്റ്റെറിലൈസേഷൻ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടോ? എൻഡോസ്കോപ്പി അറിയാം?
എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോഴേക്കും നമ്മളെ ഈ ഗ്യാസ്ട്രോ ആയിട്ട് എന്തെങ്കിലും വിഷയം വരുന്നു വിചാരിക്കും, നമ്മുടെ സ്റ്റമക്കും അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനായിട്ടൊക്കെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ അവർ ചെയ്യുന്നത് എൻഡോസ്കോപ്പിയാണ്. അതൊരു ട്യൂബ് പോലെ സാധനം നമ്മുടെ വായിൽ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി കയറ്റും. അതിൽ ക്യാമറ ഉണ്ടാവും. അപ്പോൾ അതിലിങ്ങനെ ഇമേജ് ഉണ്ടാവും. അത് നമ്മുടെ ഫുള്ള് ഗട്ട് ഇങ്ങനെ കാണാൻ പറ്റും, സ്റ്റമക്ക് വരെ കാണാൻ പറ്റും, സ്റ്റമക്കല്ല ഡിയോഡിനം വരെ കാണാൻ പറ്റും ഓൾമോസ്റ്റ്. അപ്പോൾ അതിലോട്ടൊക്കെ വിടുമ്പോഴേക്കും അതിപ്പം ആ സാധനം എന്ന് പറയുന്ന മെഷീനൊക്കെ ഭയങ്കര വില. അപ്പോൾ ആ സാധനം ഒരാൾക്ക് യൂസ് ചെയ്തിട്ട് പിന്നെ അടുത്ത ആൾക്ക് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഇവർ കൊണ്ടുപോയി സ്റ്റെറിലൈസ് ചെയ്യും. അതിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ അൾട്രാവയലറ്റ് ആണ്, UV റേസ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്, മനസ്സിലായോ? അതേപോലെ തന്നെ ഗാമ റേസ്, പിന്നെ മൈക്രോവേവ് റേഡിയോ, ഇൻഫ്രാറെഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ നൈറ്റ് വിഷൻ ക്യാമറാസ് ഉണ്ടല്ലോ അതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡുകളാണ്. മൈക്രോവേവ് എന്ന് പറയുമ്പോഴേക്കും മൈക്രോവേവ് അവൻ എന്ന സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടില്ല, അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഓൺ ആക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് അവിടെ നിന്ന് ഇവിടുന്ന് തീ വരുത്തില്ല, ഒരു സാധനം ഉണ്ടാകത്തില്ല. അതെന്താണ്, അത് ജസ്റ്റ് ഈ വേവ്സ് വന്നിട്ടാണ് ആ എനർജി ആ ഫുഡിന് കൊടുത്തിട്ടാണ് അതിനെ വേവിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, നമ്മൾ കാണുന്നത് പോലും ഇല്ല, പക്ഷേ അവിടെ ഒരു എന്തുണ്ട്, ഒരു എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഓട്ടെ, നിങ്ങളിപ്പോൾ പുറത്തോട്ടിറങ്ങി നിൽക്കുക, ഈ വെയിലത്ത് ഒരു 10 മണി കഴിയുമ്പോൾ പുറത്തോട്ടിറങ്ങി നിൽക്കുക, അപ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ എന്താ പറയുക, ആ ലൈറ്റ് എവിടെയെങ്കിലും വന്ന് വീഴുമ്പോഴാണ് നമ്മൾ ആ ലൈറ്റിനെ കാണുന്നത്, അല്ലാതെ ലൈറ്റിനെ കാണുന്നുണ്ട്. ഇത് അവിടെ കൂടെ ലൈറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇല്ല കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവിടെ പോയി നിൽക്കുമ്പോഴേക്കും എന്താ, നമുക്ക് ചൂട് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ചൂട് വരുന്നു എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എനർജിയാണ് അല്ലേ? അപ്പോൾ ആ എനർജി ട്രാൻസ്ഫർ നമ്മൾ കാണാതെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ചുറ്റിനും ഉണ്ട്, മനസ്സിലായോ? ഈ വേവ്സ് എല്ലാം ചുറ്റിനും ഉള്ളതാണ് നമ്മുടെ ചുറ്റിനും. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇതെന്ന് പറയുമ്പോഴേക്കും ഒരു ഡെഫിനിറ്റ് സ്ഥലത്ത് നിന്ന് ഹലോ, ഞാൻ ചോദിക്കട്ടെ, വിളിച്ചു ആണോ? അന്നൊന്ന് തുറക്കാൻ പറഞ്ഞോ. കുഴപ്പമില്ല ടീച്ചർ വന്നേളൂ, കുഴപ്പമില്ല. ആ ശരി, ഇല്ല വേണ്ട, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ വിബ്ജിയോറിലെ കേസ് പറയുന്നത് പറഞ്ഞാൽ ഇവരുടെ ലാംഡ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു 300 നാനോമീറ്റർ ടു 800 നാനോമീറ്ററിൻ്റെ ഇടക്കാണെന്നാണ് പറയുന്നത്. എക്സാക്റ്റ് അല്ല, എന്നാലും ഇതിൻ്റെ ഇടക്കാണെന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, ഈ 300 നാനോമീറ്റർ ഇപ്പോൾ ഞാൻ പറയുന്നു, വയലറ്റ് ലൈറ്റിൻ്റെ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 330 നാനോമീറ്റർ ആണെന്ന് വിചാരിക്കുക. 330 മീറ്റർ അല്ല, 330 നാനോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അതേപോലെ ഇപ്പോൾ റെഡിൻ്റെത് ഒരു 780 ലാംഡ എന്ന് പറഞ്ഞാൽ ഒരു 780 നാനോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അതായത് ഇതിൻ്റെ ഇടക്കുള്ളതിൽ ഇപ്പം 330 വയലറ്റ് ആണെങ്കിൽ 331 വയലറ്റ് ആയിരിക്കില്ല, അത് വേറെ കളറായിരിക്കും, മനസ്സിലായോ? 332 അത് വേറെ കളറായിരിക്കും, 333 വേറെ കളറായിരിക്കും. പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു വയലറ്റ് ഷെയ്ഡ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പെയിൻറ്റ് അടിക്കാൻ, ഇപ്പോൾ വീടൊക്കെ പെയിൻറ്റ് അടിക്കാൻ ചെല്ലുമ്പോഴേക്കും ഇവരൊരു കളർ ഷീറ്റ് കൊണ്ടുതരും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റഫായിട്ട് നോക്കുമ്പോഴേക്കും കുറേ കളർ സെയിം ആണെന്ന് തോന്നും. പക്ഷേ നമ്മൾ ഒന്നുകൂടെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഒരുപാട് കളറുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അല്ലേ? നിങ്ങൾ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നോക്കുമ്പോഴേക്കും എന്താ, ഓരോരുത്തരും ഇടുന്ന ഓരോ സാധനമായിരിക്കും. പക്ഷേ ഇതിനെല്ലാത്തിലും എന്തിൻ്റെ ഒരു ബേസ് ആയിരിക്കും, ഒന്നെങ്കിൽ റെഡ്, അല്ലെങ്കിൽ പിങ്ക്, അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് അല്ല, എന്നാലും ഒരു വൃത്തിയുടെ കളറായിരിക്കും, ലാവൻഡർ കളറിൻ്റെ ഒരു സാധനമായിരിക്കും വരിക. അല്ലാതെ എന്ന് വെച്ചാൽ അത് തന്നെ എത്ര ഷെയ്ഡ് ഉണ്ടാവും, കുറേ ഷെയ്ഡ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിനെല്ലാത്തിനും ഓരോ വേവ് ലെങ്ത് ആണ് വരുന്നത്, മനസ്സിലായി? അതായത് ഈ 300, ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന 330 മുതൽ 780 വരെ എടുക്കുമ്പോഴേക്കും ഈ ഡിഫറൻസ് നോക്കി എത്ര ഉണ്ട്, ഒരു 450 450 നാനോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഈ 450 കളേഴ്സ് ആയിരിക്കും, മനസ്സിലായോ? അതല്ലാതെ നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ വിബ്ജിയോർ എന്ന് നമ്മൾ വിളിക്കുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് എത്രണ്ണേ ഉള്ളൂ, നമ്മൾ റെയിൻബോയിൽ കാണുന്ന 7 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഈ 7 കളറേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഈ 7 കളർ എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 7000 കളറിൻ്റെ എന്താണ്, അതൊരു കോംബോ ആണ്. കളേഴ്സ് ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ 450 കളറുണ്ടെന്ന്. ഇത് ഓരോരുത്തർക്കും ഓരോ വേവ് ലെങ്ത് ഉള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മിക്സിങ് വരും. അതായത് ഇപ്പോൾ ഞാൻ ബ്ലൂവും റെഡും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു കളർ വരും, മനസ്സിലായി? ഇതിനെല്ലാത്തിനും പല എന്ന് വെച്ചാൽ മില്യൺസ് ഓഫ് കളേഴ്സ് നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കും, മനസ്സിലായി? അപ്പം ഇതിനെ നമ്മളൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് വിളിക്കും. കണ്ടിന്യൂസ് ആണ്, ഇത് ശ്രദ്ധിച്ചോണം, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണ്, ഇവർ കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഈ സ്പെക്ട്രം എടുക്കുമ്പോഴേക്കും ഇവിടെ ഒരു വേവ് ലെങ്ത് തൊട്ട് ഇവിടെ ഒരു വേവ് ലെങ്ത് വരെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മിസ്സിങ് ഉണ്ടാവത്തില്ല, മനസ്സിലായോ? അതായത് ഞാനിപ്പോൾ 1000 നാനോമീറ്റർ തൊട്ട് 1,00,000 നാനോമീറ്റർ എന്ന് വരെ പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള 99,900 പല ആൾക്കാരാണ്. അവരെല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസാണ്. കാരണം ഇത് നമ്മൾ ആറ്റത്തിൻ്റെ കേസിന് പഠിക്കുമ്പോഴേക്കും അവിടെ ഒരു ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം വരും. അതിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയാണ് ഞാനിത് മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഓർത്തണം, അതൊരു കണ്ടിന്യൂസ് സ്പെക്ട്രമാണ്. ഇൻ ബിറ്റ്വീൻ എന്തില്ല, ബ്രേക്ക് ഇല്ല. അവരെന്തിൻ്റെ ബേസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, മെയിൻലി വേവ് ലെങ്ത്. ഒരു വേവാണ്, ഓക്കെ? അവർ വേവ് മാത്രമല്ല, അത് ഓർത്തിരിക്കുക. വേവാണ്, പക്ഷേ വേവ് മാത്രമല്ല പാർട്ടിക്കിളുമാണ്. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ നമ്മൾ പഠിക്കും.
അപ്പോൾ വേവിന് ഏറ്റവും ബേസിക് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും? വേവിൻ്റെ ലാംഡ എന്ത് പറയാൻ പറ്റും? വേവ് ലെങ്ത് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ന്യൂ എന്ന ഫ്രീക്വൻസിയും പറയാൻ പറ്റും. അപ്പോൾ ഇവരെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലാംഡയുടെ ബേസിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു വിചാരിക്കുക. ഈ ലാംഡയിൽ ഒരു ബ്രേക്ക് വരത്തില്ല. 790 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും? 791 നാനോമീറ്റർ ആയിരിക്കും. അടുത്തത് 792 നാനോമീറ്റർ ആയിരിക്കും. അതിന് മുന്നേ 800 നാനോമീറ്റർ ഉണ്ടാവും, 801 ഉണ്ടാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സ്പെക്ട്രത്തിൽ ഈ അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്ന അറ്റോമിക് സ്പെക്ട്രം. ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളിപ്പോൾ ഡെയിലി ഇവരെല്ലാവരും നമ്മുടെ ഡെയിലി ലൈഫ് അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ എന്താ പറയുക ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവരെ നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക പിള്ളേർ. കാണാത്ത ആൾക്കാർ അവരുണ്ടെന്ന് ആദ്യം പ്രെഡിക്റ്റ് ചെയ്യുന്നു. നമ്മുടെ സയൻറ്റിസ്റ്റുമാരുടെ ഒരു തലയൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഇവരെ നമുക്ക് കാണാം. ഓക്കെ, ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ അൾട്രാ വയലറ്റോ ഇൻഫ്രാറെഡോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നു ഇങ്ങനെ ആൾക്കാരുണ്ട്, അവർക്ക് ഇങ്ങനെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് രണ്ടാമത് പറയുന്നു. ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഇവന്മാരെ ഉണ്ടാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനെ ഉണ്ടാക്കുന്നതും പോരാ, അത് വെച്ച് ഓരോരോ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മളുടെ ഇത്രയും ഒരു സയൻറ്റിഫിക് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ആലോചിക്കുക, ഈ ഐസക് ന്യൂട്ടൺ എന്ന ആളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം അറിയാമോ? എത്രയാണ്? ഏത് ഇയറാണ് ഐസക് ന്യൂട്ടനൊക്കെ ജീവിച്ചിരുന്നത്? അല്ലെങ്കിൽ ഏത് സെഞ്ചുറിയിലാണ് ഐസക് ന്യൂട്ടൺ ജീവിച്ചിരിക്കുന്നത്? 19th സെഞ്ചുറിയാണ്. 19th സെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1900s to 2000 നമ്മൾ 19th സെഞ്ചുറി എന്ന് വിളിക്കുന്നത്. മനസ്സിലായത്? അതൊന്നുമല്ല. ആൾ ജീവിച്ചിരുന്നത് 17th സെഞ്ചുറിയിലാണ് ഈ ഐസക് ന്യൂട്ടൺ ജീവിച്ചിരുന്നത്. അതായത് 1600s to 1700s ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഈ ഐസക് ന്യൂട്ടൺ. നമ്മൾ ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ടും നമുക്ക് ഇത്രയും റിസോഴ്സ് ഉണ്ടായിട്ടും പുതിയ എന്തെങ്കിലും നമ്മുടെ തലയിൽ വരുന്നുണ്ട്? ഉള്ളത് പഠിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോഴാണ് ഒരു റിസോഴ്സും ഒരു സംഭവം ഇല്ലാത്ത സമയത്ത് ഈ ഐസക് ന്യൂട്ടൺ അവിടെ ഇരുന്ന ഗ്രാവിറ്റേഷനെ കുറിച്ചും ഈ പറയുന്ന ലൈറ്റിൻ്റെ ഒരു കോർപ്പസ്കുലാർ തിയറിനെ കുറിച്ചും ഒക്കെ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. അവരുടെ ഒരു കേപ്പബിലിറ്റി ഓഫ് തിങ്കിങ് ആണത്. അതിന് മേലെ അതിൻ്റെ നെസസിറ്റിയാണ്. അന്ന് ഈ സാധനമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ഈ സാധനം എല്ലാം ഉണ്ട്, നമുക്കില്ലാത്ത സുഖങ്ങളില്ല, എല്ലാം ഉണ്ട്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല, നെസസിറ്റി ഇല്ല. അപ്പോൾ അവിടുന്ന് ഇവർ ഈ സാധനം കണ്ടുപിടിച്ചു എന്ന് ആലോചിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവരെല്ലാം കണ്ടുപിടിച്ച് ഇതിനെല്ലാത്തിനും ഓരോ ആപ്ലിക്കേഷൻ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ആൾക്കാരുണ്ടാവും. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻഫ്രാറെഡ് എന്ന സാധനം നമ്മൾ ഇപ്പം ഐഫോൺസ് എടുക്കും. നിങ്ങൾ ഐഫോൺസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഫേസ് അൺലോക്ക് എന്ന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ഫേസ് അൺലോക്ക് എന്ന സാധനം ഏത് പാതിരാത്രിയും വർക്ക് ചെയ്യും. അതിൻ്റെ നമ്മളുടെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ആപ്പിളിൻ്റെ ഈ സാധനം ഇൻഫ്രാറെഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻഫ്രാറെഡ് സെൻസർ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫേസ് ID വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ആപ്പിൾ എന്ന ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ടാവില്ല, എന്തേ ഉള്ളൂ, ഫേസ് ID സെൻസർ മാത്രമേ ഉള്ളൂ. ഫേസ് IDയും പാസ്വേഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് മാത്രം നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫേസ് ID അത്രയും എഫിഷ്യൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ബാക്കി ഏത് ആൻഡ്രോയിഡ് ഫോൺ എടുത്താലും അവന്മാരുടെ എല്ലാം ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ക്യാമറ അവർ നോക്കും, ക്യാമറ നോക്കിയിട്ട് മാത്രമാണ് അൺലോക്ക് ചെയ്യുന്നത്. ഫേസ് ID വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഒരു ചിലവുണ്ട് അവിടെ. പക്ഷേ അവിടെ ലൈറ്റ് വേണം. ഇരുട്ടാണെങ്കിൽ ക്യാമറ വർക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും? ഇല്ല, കാണാൻ പറ്റില്ല. ക്യാമറക്ക് നമ്മളെ സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇരുട്ടത്ത് വർക്ക് ചെയ്യില്ല. അതേസമയം ഈ ഐഫോൺ നോക്കുമ്പോഴേക്കും ഇൻഫ്രാറെഡ് സെൻസറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. മനസ്സിലായി? ഇൻഫ്രാറെഡ് IR സെൻസറാണ്. അതിൻ്റെ അകത്തുനിന്ന് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് നമ്മുടെ മുഖത്തൊന്ന് ഇടിക്കും. മനസ്സിലായി? ഇൻഫ്രാറെഡ് റേഡിയേഷൻ മുഖത്ത് വന്നിരിക്കുകയും അത് തിരിച്ച് സെൻസ് ചെയ്യും. ഇന്ന ആൾ തന്നെയാണോ എന്ന് പറഞ്ഞ് സെൻസ് ചെയ്യും. അത് ഭയങ്കര എഫിഷ്യൻറ്റും ആണ് കേട്ടോ. വേറെ ആൾ വെച്ചാലൊന്നും പെട്ടെന്ന് വർക്ക് ചെയ്തൊന്നുമില്ല. അത് എന്നാലും വേറെ എക്സെപ്ഷൻസ് വരുന്നുണ്ട്, എന്നാലും എഫിഷ്യൻ്റ് ആണത്. ഇതേ ഇൻഫ്രാറെഡ് സെൻസറാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന AI ക്യാമറയിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ രാത്രി AI ക്യാമറയുടെ കൂടെ പോകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ചുവപ്പ് ലൈറ്റ് ഇങ്ങനെ മിന്നണം കാണാൻ പറ്റും. ആ ചുവപ്പ് എന്ന് പറയുമ്പോഴേക്കും എന്താ? റെഡാണ് സംഭവം വരുന്നത്. മനസ്സിലായി? റെഡിനെക്കാളും കുറച്ചുകൂടെ എനർജി കുറഞ്ഞ ഒരാളാണ് നമ്മൾ വന്നിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതിനെല്ലാത്തിനും ആപ്ലിക്കേഷൻസ് കണ്ടുപിടിച്ച് വരികയാണ് ഈ ആൾക്കാർ. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം. ഇതിനെക്കുറിച്ച് നമ്മൾ വൃത്തിക്ക് ഇത്രയോടെ പഠിക്കും. നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്, അതിൻ്റെ ഇത്രയോടെ പഠിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന്